إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നതാണ് നബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും നമുക്ക് മാതൃകയാണ്. ഈ സ്നേഹം നമ്മിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവടിയില്ല. ആ കാലത്ത് നമ്മെ സഹായിക്കുക എന്നത് അല്ലാഹു ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ഈ വെളിച്ചത്തിലൂടെയാണ് നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നത്. ആ വെളിച്ചം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പ്രസരിക്കണം. അങ്ങനെ സുന്നത്ത് ജീവിതത്തിൽ നിറയണം. അപ്പോഴാണ് നമ്മൾ സൽസ്വഭാവികളാവുക എന്നാണല്ലോ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വെച്ചത്. അതുകൊണ്ട് സൽസ്വഭാവികളായി തീരാൻ ഏതൊക്കെ മേഖലകൾ എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണമെന്ന് അറിയുന്ന കാര്യങ്ങളെ തന്നെ നമ്മളിങ്ങനെ ഓർത്തെടുക്കണം.
അപ്പോഴാണ് അത്ര എനിക്കാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് തോന്നുക. അങ്ങനെ ജീവിതത്തിൽ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരായത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. സൂറത്ത് റൂമിലെ 54-ാമത്തെ വചനം, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ. വളരെ ദുർബലമായ അവസ്ഥയിലായിരിക്കാണ് നിങ്ങളെ, വളരെ ലഅഫത്തോടു കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവ്വ. പിന്നെ ആ ദുർബലതകൾക്ക് ശേഷം നിങ്ങൾക്ക് അവൻ നല്ല ഖുവ്വത്ത് തന്നു, ശക്തി തന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫൻ വശൈബ. പിന്നെ ആ ശക്തിക്ക് ശേഷം വീണ്ടും ആ ദുർബലത മടങ്ങി വന്നു, നിങ്ങൾക്ക് നരബാധിച്ചു. യഖ്ലുഖു മാ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നതാണ് അവൻ സൃഷ്ടിക്കുക. വഹുവൽ അലീമൽ ഖദീർ. അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വചനമാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജനനം തന്നെ പരാശ്രയത്തെ വിളിച്ചറിയിക്കുന്നതാണ്, അല്ലേ? കിടന്നിടത്തുനിന്ന് മാറിക്കിടക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ഒറ്റവാക്കിൽ അങ്ങനെ ഒരുപാട് പേരുടെ കരുതലുകളും ശ്രദ്ധകളുമാണ് ഇന്നീ കാണുന്ന, ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നമ്മൾ ഉണ്ടായി. നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് അങ്ങനെ കഴിഞ്ഞു. കൗമാരം വന്നു, യൗവനം വന്നു, നല്ല നല്ല അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു. പിന്നീടാ വേറെ അവസ്ഥകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരികയാണ്. പിന്നീട് ആ കനത്ത വാർദ്ധക്യം, ദുർബലത, നര എല്ലാം അടയാളം. സഹോദരങ്ങളെ, ബലഹീനത പ്രായം കൂടുന്തോറും വന്നുകൊണ്ടിരിക്കും. എനിക്കും നിങ്ങൾക്കൊക്കെ പ്രായം കൂടിക്കൂടി വരികയാണ്. സൂറത്ത് ഹജ്ജിൽ എങ്ങനെയാണെന്നറിയാം അള്ളാഹു പറഞ്ഞത്, വനുഖിറു ഫിൽ അർഹാമി മാ നശാ. നമ്മുടെ ജനനത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്നതിനിടക്ക് പറയാണ്, ഒരു ബീജത്തിൽ നിന്ന് നിങ്ങളെ പടച്ചിട്ട് സൃഷ്ടിച്ചിട്ട് ഒരു നിശ്ചിത കാലാവധി വരെ വനുഖിറു ഫിൽ അർഹാം, അമ്മയുടെ ഗർഭാശയത്തിൽ അവൻ അതിനെ ഉറപ്പിച്ചു നിർത്തി. പിന്നെ സുമ്മനുഖരിജുക്കും തിഫിലൻ സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും. അങ്ങനെ നിങ്ങളെ ഒരു കുഞ്ഞായി പുറത്തു കൊണ്ടുവന്ന് പിന്നീട് നമ്മൾ ആരായി? നല്ല അശുദ്ധരായി. അശുദ്ധ എന്ന് പറയുന്നത് മലയാള വാക്കല്ല കേട്ടോ, അത് അറബി വാക്കാണ്. അശുദ്ധം എന്ന് മലയാളം പറഞ്ഞാൽ വൃത്തികേട് എന്നാണ്. പക്ഷെ അറബിയിൽ അത് ഭയങ്കര കരുത്തുള്ളവരായി നമ്മളൊക്കെ ആണ് അശുദ്ധക്കും എന്നല്ല പറഞ്ഞത്. വമിൻകും മയ്യുതവഫ. അതിനിടക്കാലത്ത് തന്നെ അള്ളാഹു ഈ ആരോഗ്യം വരുന്ന അങ്ങനത്തെ കാലത്ത് തന്നെ ചിലർ അള്ളാഹു മടക്കി വിളിക്കും. വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ. ആ ബാക്കി നല്ല ശ്രദ്ധിക്കണം. ചില ആളുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നറിയാം? പ്രായാധിക്യത്തിന്റെ അവശതകളിലേക്ക് നീക്കി വെക്കും. ആ അവശതയുടെ അവസ്ഥ എന്താ? നല്ല വിവരങ്ങളുണ്ട്, നല്ല അറിവുണ്ടായതിനു ശേഷം ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകും. എന്ന് വെച്ചാൽ വയസ്സുകൊണ്ട് മൂക്കുമ്പോ മനസ്സുകൊണ്ട് നമ്മൾ കുട്ടിത്വത്തിലേക്ക് തിരിച്ചു വരും. പ്രായം കൂടുന്നതിനനുസരിച്ചുണ്ടാകുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ നല്ല അവസ്ഥക്ക് ശേഷം പിന്നെ അതിങ്ങനെ പിന്നോട്ട് പോവുക. നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ കാഴ്ച എല്ലാം. സൂറത്ത് യാസീൻ അധികം ആളുകൾക്കും കാണാതെ അറിയും. ആ യാസീൻ ഒരു മഹത്തായ വചനമുണ്ട്, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. നമ്മൾ ആർക്കാണോ വയസ്സുകൾ കൊണ്ട് ഇങ്ങനെ വലുതാക്കുന്നതെങ്കിൽ, ആർക്ക് പ്രായം കൊടുക്കുന്നുവോ, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവന്റെ സൃഷ്ടിപ്പിനെ നമ്മൾ തലകീഴായി മറിച്ചു കൊണ്ടുവരും. വെച്ചാ റിവേഴ്സ് ഇൻ നേച്ചർ, അല്ലെ? ബാക്കിലേക്ക് ഇങ്ങനെ വരും. അതെങ്ങനെ? അഫലായാക്കലും എന്തെങ്കിലും ആലോചിക്കാത്ത അല്ല, നമ്മളോട് പറയാം, എന്താ ചിന്തിക്കാത്ത? എങ്ങനെയാണത്? ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അവനാകെ കഴിയണ്ട, നടക്കാൻ കഴിയൂലല്ലോ, തിന്നാനാവൂല, സംസാരല്ല, ആകെ കഴിയുക കരയാനാണ്. പ്രായം കൂടി വരുമ്പോ ഇങ്ങനെയാണ് നമ്മളും വരിക. കുറെ കഴിയുമ്പോ നടക്കാൻ കഴിയാണ്ടാവും, കുറച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ട, അതുപോലും കഴിക്കാൻ കഴിയില്ല. ശരിക്കും ശ്രദ്ധിച്ചില്ലേ? എന്താണ്? ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല.
കാരണം ഈ പേശികളുടെ ബലം പോയി കഴിഞ്ഞാൽ തുള്ളി വെള്ളം പോലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ ഇറക്കി വിടാൻ നമുക്ക് കഴിയില്ല. സൃഷ്ടിപ്പിൽ തന്നെ ഒരു പിന്നോട്ട് വരൽ, കീഴ്മേൽ മറിയൽ, ഇത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാ. അതുകൊണ്ടാണ് ഹബീബായ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അത് മറക്കാതെ നമ്മളൊക്കെ ഒന്ന് കരുതി വെക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദിൽ ഉമർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. മിൻ അൻ ഉറദ്ദ, ഞാൻ മടക്കപ്പെടുന്നതിനെ തൊട്ട്, എവിടേക്ക്? ഇലാ അർദിൽ ഉമർ, പ്രായാധിക്യത്തിന്റെ അവശതകളിലേക്ക് ഞാൻ മറിച്ചിടപ്പെടുന്നതിനെ തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. പ്രായം കൂടി കൂടി ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത് റബ്ബേ എന്നെ കാത്തുരക്ഷിക്കണമെന്ന. എന്താ അങ്ങനെ പറയുന്നത്? അത്യധികം ബുദ്ധിമുട്ടുള്ള കാര്യമായത് കൊണ്ടാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തേടിയിട്ടുണ്ടാവുക, അല്ലേ? മറ്റൊരു ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ഹറം. അങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ റസൂൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അശക്തിയിൽ നിന്ന്, അജ്സിൽ നിന്ന്. അജ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാണ്ട് വരിക, ഒരു വല്ലാത്തൊരവസ്ഥയാണത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വൽ കസ്ൽ, അലസത വരിക. വൽ ജുബ്ൻ, ഭീരുത്വം വരിക. വൽ ഹറം, പ്രായാധിക്യത്തിന്റെ അവശതകൾ വരിക. അതൊരു പ്രശ്നം തന്നെയാണ്. ഇസ്ലാം സുന്നത്ത് എന്ന് പറയുന്നിടത്ത് ഖുർആനും സുന്നത്തും വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ വളരുന്ന തലമുറയോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രായം വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ഒരു രംഗം ശ്രദ്ധിക്കണം. ഗവൺമെന്റുകള്, ലോകത്തുള്ള എല്ലാ ഗവൺമെന്റുകളും ഇത്തരം ആളുകളെ പരിചരിക്കുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്ന വേറെ എത്രയോ രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഈ അടുത്ത മാസങ്ങളിലാണ് നമ്മുടെ നിയമസഭ വാർദ്ധക്യ സംരക്ഷണ നിയമങ്ങൾ വരെ കൊണ്ടുവന്ന് ഒരുപാട് ആക്ടുകൾ, ഒരു മഹത്തായ ആക്ടുകൾ തന്നെ അതിലുണ്ട്. ലോകത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒക്ടോബർ 1 വയോജന ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്ക് ഗവൺമെന്റ് തീരുമാനപ്രകാരം വയോജനങ്ങളെന്നോ വൃദ്ധരോ എന്നോ പറയാൻ പാടില്ല എന്നാ. കാരണം എന്താണ്? സീനിയർ സിറ്റിസൺ, മുതിർന്ന അംഗീകാരത്തിന്റെ വാക്ക്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കൊണ്ടു, വയസ്സായവർന്നൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. അവിടെ എഴുതുന്ന വാക്ക് ഇങ്ങനെയാണ്, മുതിർന്ന പൗരന്മാര് എന്നതാണ് അവിടെ എഴുതുക. ഒരു മോശം അർത്ഥമല്ല കേട്ടോ. നമുക്ക് പ്രിയരെ, ഞാൻ പറഞ്ഞത് നമുക്ക് ആയുസ് കൂടിക്കൊണ്ടുവരികയാണ്. ലോകത്ത് 820 കോടിയോളം മനുഷ്യരുണ്ട് എന്നാണ് മൊത്തത്തിലുള്ള കണക്ക്. അതിലെ 757 ദശലക്ഷം ജനങ്ങളും 65 കഴിഞ്ഞ ആളുകളാണ്. 60 കഴിഞ്ഞ ആളുകൾക്കാണ് സാധാരണ നമ്മൾ ഈ വയോജനങ്ങൾ എന്ന് പറയുക. ചില രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോ ജപ്പാന്, ചിലി, ചൈന, ഇറാൻ പോലെയൊക്കെയുള്ള നാടുകളിൽ അവരുടെ ജനസംഖ്യയുടെ പകുതിയിലധികവും വാർദ്ധക്യം എത്തിയ ആളുകളാണ് എന്ന് പറയപ്പെടുന്നു. നമ്മുടെ നാടുകളൊക്കെ അങ്ങനെ പോകുന്നത്. ഇപ്പോ അവസാനമായി നടന്ന സെൻസസിൽ, നമ്മുടെ നാട്ടിലെ സെൻസസിൽ തന്നെ 60 കഴിഞ്ഞ ആളുകൾ ജനസംഖ്യയുടെ മൊത്തം 15% ആളുകൾ വരുന്ന, ഏതാണ്ട് ഒരു 50 ലക്ഷത്തോളം ആളുകൾ അതിന്റെ കണക്കിൽ വരുന്നുണ്ട്. ആളോഹരി ആയുസ് എന്ന് നമ്മൾ പറയുമല്ലോ, അത് തന്നെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പുരുഷന്റേത് 73.8 സ്ത്രീകളുടേത് 78.7. അവിടാണ് ശരാശരി പ്രായം പറഞ്ഞിടത്ത് 74 79 എന്ന് പറയുന്നത്. 950 കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഏറെക്കുറവ് ഒരു 40-നും 50-നും ഇടക്ക് പ്രായത്തിലാണ് ആളോഹരി ആയുസ് നിലനിന്നത്. ഇന്ന് ആരോഗ്യ രംഗത്തെ പഠനങ്ങൾ കൊണ്ട്, വൈദ്യശാസ്ത്ര രംഗത്തെ പഠനങ്ങൾ കൊണ്ട്, മരുന്നുകൾ കൊണ്ട്, ചികിത്സകൾ കൊണ്ടൊക്കെ ശരാശരി ഒരു 74 വയസ്സിലേക്ക് നമ്മളിങ്ങനെ എത്തുക. ഇവിടെ നമ്മൾ ആ ആയുസ് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ഹെൽപ്പേജ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ പഠനപ്രകാരം കേരളത്തിലെ 79% വയോജനങ്ങളും വീടുകളിൽ അവർക്കൊരു പരിഗണനയില്ല, ഒരു ബഹുമാനമില്ല. മാത്രമല്ല അവർക്ക് നരക ജീവിതമാണ് വീടുകളിൽ ഉള്ളത്.
മാനസികമായ അസന്തുലിതരാണവർ. 36% ആളുകളും ശാരീരിക പീഡനങ്ങൾക്കിരയാകുന്നവരാണ്. ഈ പീഡനങ്ങളിലെ 70% പുറത്തു വരുന്നില്ല. അതാണ് പുറത്തു പറയില്ല. കാരണം അത് അതിനേക്കാളും വലിയ പ്രയാസങ്ങളിലേക്കാണ് എത്തിച്ചേരുക. സഹോദരങ്ങളെ, അമ്പല നടകളിൽ കൊണ്ടുവന്ന് തള്ളുന്ന ആളുകള്, റെയിൽവേ സ്റ്റേഷനുകളിൽ തള്ളുന്ന ആളുകള്, ചവറ്റു പൂനകളിൽ വരെ എറിയുന്ന കുടുംബങ്ങളിലെ വയസ്സായ ആളുകളെ ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നമ്മളൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെട്ടു പോകും. ആ അർത്ഥത്തിലായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ആശയം മനസ്സിലേക്ക് വരേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദിൽ ഉമർ. ഇതിന്റെ കൂടെ പ്രാർത്ഥന പറയണം കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദിൽ ഉമർ. മറ്റൊരു അതുകൊണ്ടാണല്ലോ മക്കളിൽ ബർക്കത്തിനെ തരേണമേ എന്ന് പ്രത്യേകം ചോദിക്കണമെന്ന് ഹബീബായ റസൂൽ പറയാനുള്ള കാരണം കൂടി ഇതാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ മത്ഇഅനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന കാലമത്രയും ഞങ്ങളുടെ കാഴ്ച, ഞങ്ങളുടെ കേൾവിശക്തി, ഞങ്ങളുടെ ജീവിതകാലത്തുള്ള ആരോഗ്യം, ഈ സംഗതികളിലൊന്നും മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കാനുള്ള പ്രവർത്തനക്ഷമത നൽകണമേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ പൊരുളറിഞ്ഞ് നമ്മൾ തേടണം. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേക വചനമുണ്ട്. സുന്നത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. നമ്മളിലെ ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്ത, വലിയ ആളുകളെ ആദരിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല. ആ വചനം തന്നെ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ എന്നാണ്. എന്താണ് ഈ റഹ്മത്തും എന്താണ് ഈ വഖാറത്തും? വളരെ വേഗത്തിൽ ചില സംഗതികൾ ആലോചിക്കണം. പ്രായമേറി വരുന്നതിനനുസരിച്ച് ഓരോ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോരുത്തരിലും പ്രകടമാവുക. അതിന്റെ വ്യത്യസ്തം നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ അയൽപക്കത്തെ വയസ്സെത്തിയ ഒരാളുടെ അവസ്ഥ ആവൂല നമ്മളുടെ വീട്ടിൽ വയസ്സാകുന്ന ഒരാൾക്ക്. അതെല്ലാവരും വ്യത്യസ്തരാണ്. അവിടെ വഖാറത്ത് എന്ന് പറഞ്ഞാല് വാർദ്ധക്യത്തിലേക്ക് എത്തി വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് വളരുന്ന തലമുറക്ക് കഴിയണം. അത് കഴിയാൻ ഞാൻ അതിന്റെ എല്ലാ വശങ്ങളും നമ്മളുള്ള സമയം 10 മിനിറ്റ് ഉള്ളത്. അതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കുറച്ചുകൂടി ആലോചിക്കാട്ടോ. നമ്മള് ഈ ആളുകൾ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ, സാമ്രാജ്യത്തിന്റെ തലവനായിരുന്നല്ലോ അയാള്. ആ സാമ്രാജ്യം നഷ്ടപ്പെട്ടതുപോലെയാണ്. ഒരു സാമ്രാജ്യത്തിന്റെ തലവന് ആ സാമ്രാജ്യം നഷ്ടപ്പെട്ടതുപോലെയാണ്. പ്രായം ഇങ്ങനെ കൂടി വരുമ്പോ ജീവിതത്തിൽ സജീവമായി ഇരുന്ന ആളുകള്, പണം എടുത്തു കൊടുത്തിരുന്ന ആളുകള്, കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന ആളുകള്, എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകൾ ഒരു പ്രായപരിധിയൊക്കെ ഇങ്ങനെ കഴിയുന്ന സമയത്ത് ആരോഗ്യ കാരണങ്ങളാൽ ചിലപ്പോൾ അയാളുടെ കേൾവി കുറഞ്ഞതായിരിക്കും, ആരോഗ്യം ക്ഷയിച്ചതായിരിക്കും, ശരീരവേദനകൾ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും, വിഷാദങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോ ചില ഒറ്റപ്പെടലുകൾ വരും. ഒറ്റപ്പെടാതെ നോക്കേണ്ട ബാധ്യത വളരുന്ന നമ്മളുടേതാണ്. ഒറ്റപ്പെടൽ വന്നാൽ ആലോചനകൾ വരും, വിഷാദങ്ങൾ വരും. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ പിന്മുറക്കാരായി വരുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്തറിയാം? മക്കളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അറിയേണ്ടത്, നമ്മൾ കൊടുത്തതേ നമുക്ക് കിട്ടൂ. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. സൂറത്തുർ റഹ്മാനിലൊരു വചനാണ്. ഇഹ്സാൻ കൊടുത്താൽ ഇഹ്സാൻ അല്ലാതെ മറ്റെന്തു പ്രതിഫലം അങ്ങക്ക് തരാൻ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ, ഔദാര്യങ്ങളെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. മനോഹരമായ ആ ഖുർആനിക വചനം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനമുണ്ട്. മാക്രമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി ഔ ശൈഖ് അയ്യ ശൈഖ്. ഒരു ശൈഖിനെ, ശൈഖ് എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരാൾ, ഒരു സന്ദർഭത്തിനനുസരിച്ച് ഈ ശൈഖിന്റെ അർത്ഥം മാറും. ഒരു വാർദ്ധക്യത്തിലുള്ള ആളെന്നാണ് ഇവിടെ അർത്ഥം. അയാളെ ഒരു ഷാബ്, ഒരു യുവാവ് ആദരിച്ചാൽ ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മിമ്മൻ യുക്രിമഹു ഇൻദ സിന്നിഹി. തനിക്ക് പ്രായമാകുന്ന കാലത്ത് തന്നെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ ഒരാളെ അള്ളാഹു നിയോഗിച്ചിരിക്കും.
നമ്മളൊരാളെ ബഹുമാനിച്ചാൽ നമ്മളെ പരിഗണിക്കാൻ ആളുകളെ അള്ളാഹു ഉണ്ടാക്കി തരും. അത് പേരമക്കളാകാം, മരുമക്കളാകാം, അല്ലെങ്കിൽ അയൽവക്കക്കാരാകാം, നാട്ടുകാരാകാം, ആരായാലും അത് അള്ളാഹ് ഉണ്ടാക്കി തരും. നമ്മൾ ചെയ്യേണ്ട എന്തറിയാം? അപ്പൊ നമ്മുടെ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും കഴിവിന്റെ അറ്റം വരെ അവരുടെ സാമ്രാജ്യത്തിന്റെ അധികാരം അവർക്ക് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം. ഇപ്പോ ആലോചിച്ച് നോക്കി, പണ്ട് ഈ ആളുകളൊക്കെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോ ചായ വാങ്ങിക്കൊടുത്തിരുന്ന നല്ല പൈസ ഉള്ള ഒരു ആളുണ്ടായിരുന്നു. അയാളിങ്ങനെ പ്രായം കൂടി ഇപ്പോ പോക്കറ്റിൽ കാശൊന്നും ഇല്ലെങ്കിൽ ഈ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടാൽ തന്നെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അയാൾ എത്തിപ്പെട്ടാൽ ഇവിടെ അധിക നേരം അയാൾ നിൽക്കൂല, വേഗം അയാൾ പോവും. കാരണം പണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. അതേപോലെ തന്നെ പേരമക്കളോ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മിഠായി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ആഗ്രഹമുണ്ട്. വെറും കയ്യോടുകൂടി അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയൂല. എന്റെ കയ്യിലൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാപ്പയായാലും ഉമ്മയായാലും അവര് ജീവിതത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ക്യാഷ് നമ്മൾ കൊടുക്കണം. ചിലപ്പോ നമ്മളെ മക്കളൊക്കെ എന്താ പറയാറ്, അവരത് ദുരുപയോഗം ചെയ്യാം, ചെയ്തോട്ടെ, അതിന് മാത്രമുള്ളൊന്നും നമ്മൾ കൊടുക്കൂലല്ലോ. എന്ത് ദുരുപയോഗം ചെയ്യാം? പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു സംഗതി, എന്ത് 2 റുപ്യ ദുരുപയോഗം ചെയ്താലും അത്രയല്ലേ ചെയ്യുള്ളൂ, അതിന് അപ്പുറമൊന്നുമില്ലല്ലോ. ജീവിതത്തിൽ ഒരു കാരണവശാലും പ്രയാസമുണ്ടാകാവുന്ന ഒരു സാഹചര്യം നമ്മുടെ വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. മല്ലം യർഹം സ്വഈറനാ വലം യുവഖിർ കബീറനാ ഫലൈസ മിന്നാ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കൾ എന്ന നിലയിൽ ഒരിക്കലും മാതാപിതാക്കളോട് വാർദ്ധക്യം എത്തുമ്പോ കണക്ക് പറയരുത്. നിന്റെ കണക്ക് പറഞ്ഞ പൈസ എനിക്ക് വേണ്ട, അങ്ങനെ തന്നെ പറയാ. ഞാൻ ഈ ഓരത്ത് കിടന്ന് മരിച്ചാലും നിന്റെ വീടിന്റെ ആ വലിയ വീടൊക്കെ ആണെങ്കിൽ അവിടൊക്കെ ഞാൻ കാല് ചവിട്ടൂല എന്ന് ഏതെങ്കിലും ഒരു വാപ്പയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ? കണക്ക് പറയാതെയല്ലേ നമ്മെ അവര് സംരക്ഷിച്ചിട്ടുണ്ടാവുക? ഉറപ്പല്ലേ? ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല. എന്റെ ഒരു ഗുരുനാഥൻ, ആദരണീയനായ ഒരു ഗുരുനാഥൻ ക്ലാസ്സിൽ പറഞ്ഞു, മോരൊഴിച്ചുണ്ണരുത്. നിങ്ങൾ കേട്ടിരിക്കും, മൂത്രമൊഴിച്ചുണ്ണണം, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കരുത്. മോന്നും ഇങ്ങനെ ചേർച്ചല്ലാത്ത വാക്ക്, എന്താ ചെറുത് എന്ന് ചോദിച്ചു. മോരുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് തിന്നരുത്, അത് ചേർത്താ തിന്നേണ്ടത്. എന്തേലും നജസ്സുകൾ കളയാണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞു വന്നിട്ട് വേണം കഴിക്കാൻ. ഇവർക്ക് ചെലവിന് കൊടുക്കരുത് വെച്ചാ ആ കണക്ക് പറഞ്ഞല്ല കൊടുക്കേണ്ടത് എന്നാ. അങ്ങനെ യഥേഷ്ടം. ഞാൻ ഒരു സംഗതി നിങ്ങളോട് പ്രിയപ്പെട്ട, നമ്മളൊക്കെ മക്കളാണല്ലോ, നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാന വാക്യം തരാം, വിട്ടുപോകാതിരിക്കാൻ പറയാം. നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും നമ്മളുടെ ആശ്രിതത്തിൽ കഴിയുന്ന ആളുകൾക്കും നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹ് നമ്മുടെ കയ്യിൽ ബർക്കത്ത് തന്നുകൊണ്ടേയിരിക്കും. ഒരു മേഖലയിലും നമ്മൾ കൊടുക്കൂല, അള്ളാഹ് കൊടുക്കൂല. അവിടൊക്കെ കൊടുത്ത അത്ര ചെലവാകുമെന്ന് വിചാരിച്ച് പിടിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കഷ്ടപ്പാട് തീരൂല, അവർക്ക് കിട്ടിയതുകൊണ്ടിട്ടും മതിയാവൂല. നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ചേർത്ത് ഇതിലേക്ക് വായിച്ചൂല. മാത്രമല്ല സഹോദരങ്ങളെ, ഒറ്റപ്പെടൽ എന്നത് നമ്മൾ വല്ലാതെ ആശങ്കയിൽ കാണേണ്ടതാണ്. ഉപ്പയില്ലാത്ത ഉമ്മ, ഉമ്മയില്ലാത്ത ഉപ്പ. എന്നിട്ട് പറയാൻ പറ്റുന്ന സമയമല്ല, റബ്ബേ എന്നെ ഇരുത്തിയിട്ട് എന്റെ പെണ്ണിനെ നീ തിരിച്ചു വിളിക്കരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഉപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടൊന്ന് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അറിയാം, നമുക്കെന്നെ അറിയില്ല, ഇപ്പൊ ആണുങ്ങളായ നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വീട്ടില് ശരിക്കും നമ്മൾ നോക്കി, നമ്മുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ നമ്മുടെ വാപ്പ കയറി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം ചോദിക്കുന്ന ചോദ്യം, കുട്ടി എവിടെ, മോളെവിടെ, ഉമ്മ എവിടെയെന്നാ ചോദിക്കുന്നത്. ആ ഉമ്മയില്ലാത്തൊരു വീടുണ്ടല്ലോ, ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയില്ല. സമയം ഉമ്മ അത്രത്തോളം ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയില്ല. ഞാൻ അത് ചെറുതായി കാണല്ല. ഉമ്മാക്ക് ചിലപ്പോ പേരക്കുട്ടികളും മരുമക്കളും കുടുംബവും ഇളയമയും മൂത്തമ്മയ്ക്ക് ഉണ്ടാവും. നമ്മുടെ ലോകം അതല്ല, നമ്മുടെ ലോകം ഇത് മാത്രം. അതുകൊണ്ടാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വാപ്പാരുണ്ടെങ്കിൽ, അത് അല്ലാഹുവിന്റെ വിധിയാണെങ്കിൽ അവരെ കൂടുതൽ പരിചരിക്കാൻ, അവരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാനസികാംശ കരുതൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ദിവസം യാത്രയിലായിരിക്കെ തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ പാലക്കാടിനോട് ചേരിയ ഒരു സ്ഥലത്താ വയസ്സായ അച്ഛനും അമ്മയും, ഞാൻ എന്റെ കൂടെ ആളുകളുണ്ട്, അവരിങ്ങനെ റോഡ് ഈ അമ്മയും തള്ളമ്മയും അച്ഛനും ഇങ്ങനെ നടക്കുക, തള്ളമ്മ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്.
ഇയാളെ സാന്ത്വനപ്പെടുത്തുന്നതിന്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞ വാക്കെന്തറിയോ, ആ സാന്ത്വനം എന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ കരുത്തുറ്റ ഒരു സംഗതിയാണ്. അതില്ലാത്തൊരവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും തീരുമാനിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുകൂടി, ആ വയസ്സായവരെന്നുകൂടി ഇതിലേക്ക് ചേർത്ത് വായിക്കണം. രണ്ട് നിലക്കും നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, വയസ്സായ ആളുകൾ വീട്ടിലുണ്ടായിരിക്കെ ജിഹാദിന് വന്ന് ബൈഅത്ത് ചെയ്തിട്ട് പോലും അവരുടെ ബൈഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടില്ലല്ലോ. ഒരാ പറഞ്ഞ വാക്കെന്താ, ഇവര് വീട്ടിലുള്ള വയസ്സായ ഉമ്മീ വാപ്പ്യാരാ, മുസ്ലിമീങ്ങളൊന്നുമല്ല. ഇവിടെ യുദ്ധം ചെയ്യാൻ ആളുകൾ വേണം. കാരണം 3000 ആളുകൾ ശത്രുപക്ഷത്തുണ്ടായിരിക്കെ 750 ആളുകളെ മുസ്ലിങ്ങളുടെ പക്ഷത്തുള്ളൂ. ഇത്രേ ഉള്ളൂ. 3 ലക്ഷം ആളുകൾ ശത്രുക്കളുടെ പക്ഷത്തുണ്ടായിരിക്കെ 3000 ആളുകളാണ് മുസ്ലിമീങ്ങളുടെ പക്ഷത്തുള്ളത്. വിജയം വന്നത് മുസ്ലിമീങ്ങൾക്കാ. പക്ഷേ ആ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിരിക്കെ പോലും ഹബീബായ റസൂൽ ചോദിച്ചതെന്നറിയാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വീട്ടിലാരാ? വയസ്സായ ഉമ്മീപ്പയുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, വീട്ടിക്ക് മടങ്ങിക്കോ. ഞാൻ വരുമ്പോ എന്റെ ഉപ്പയും കരയരുന്നു എന്ന് പറഞ്ഞപ്പോ അവരെങ്ങനെയാണോ കരഞ്ഞത്, ആ സ്ഥാനത്ത് നിന്ന് അവരെ സന്തോഷിപ്പിക്കണം, അവരെ ചിരിപ്പിക്കണം. അവിടെ പോയിട്ട് ജിഹാദ് ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, നീട്ടി പറയല്ല, നമ്മുടെ ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ നമ്മൾ മക്കൾ എന്ന സ്ഥാനത്തുള്ളൂ. അവരുടെ കണ്ണടഞ്ഞാൽ നമ്മുടെ സുവർണ കാലം കഴിഞ്ഞു. ജീവിച്ചിരിക്കുമ്പോ ചിലപ്പോ ആ ഒരു ബോധ്യം നമുക്ക് വന്നോളന്നില്ല. കാരണം എന്താ പറയാ, അതൊരു ബാധ്യതയാണോ തോന്നുന്നു. അതില്ലാത്തൊരു സന്ദർഭം വന്നു നോക്കണം. അതറിയണമെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ പരിചയത്തിലുള്ള വളരെ അടുത്ത ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പറഞ്ഞ വാക്ക്, എനിക്ക് ഉപ്പയില്ല ഉമ്മയില്ല, ഇനി എന്ത് എന്നുള്ളതാണ്. ആങ്ങളാരുണ്ട്, ബ്രദേഴ്സ് ഒരുപാട് ആളുകളുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ. ഉപ്പ ഉമ്മ എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ താങ്ങെന്ന് പറയുന്നത്. അവരില്ലാത്തൊരു രംഗം വന്നാൽ, ഞാൻ ഏതൊരു ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, മൂസ അലൈഹി സ്വലാമയോടൊക്കെയാണെന്ന് തോന്നുന്നു, ഉമ്മല്ലട്ടോ, അതുകൊണ്ട് നല്ലോണം കരുതി നടന്നോന്നാണ്. ഉമ്മല്ലട്ടോ, കരുതി നടന്നോ, ശ്രദ്ധിച്ചോന്നാ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥനയായി കണ്ണ് മറഞ്ഞാലും കൽപകലാതെ നമ്മുടെ കൂടെ ഒരു കരുതലായിട്ടുണ്ടാവും. ആ കരുതലുകളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശ്രദ്ധിക്കാം. നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെന്തിനാ നമ്മളെ കൊള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എപ്പോഴും നന്നായി തിരിച്ചറിയണം എന്ന ബോധ്യം നമുക്ക് വരണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ ശ്രമിക്കണം. ഒന്നുകൂടി നമ്മൾ അറിയാം, വൃദ്ധരായ ആളുകൾ അറിയേണ്ടത്, വയസ്സ് കൂടുന്തോറും നമ്മൾ അറിയേണ്ടത് ദീർഘായുസ് കിട്ടുന്നത് വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖിയാറുക്കും അത്വലുക്കും അമറ, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാ? ആയുസ് കൂടുതൽ കിട്ടുന്നവരാണ്. പക്ഷെ എന്ത് വേണം? ഇതാ സദ്ദദു, അത് നമ്മൾ ശരിയായി ഉപയോഗിക്കണം. നേരെ ചൊവ്വ ജീവിച്ചാൽ വളരെ നല്ലതാണ്. മരണത്തൊട്ട് നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. അങ്ങനെയുണ്ടല്ലോ, ഞാൻ മരിച്ചുപോയെങ്കിലെന്ന് ചിന്തിക്കരുത്. കാരണം മരിക്കുന്നതോടുകൂടി അമലിനുള്ള അവസരം കഴിഞ്ഞു എന്നതാണ്. അവസരങ്ങളെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഭാഗത്തേക്ക് സൂചന മാത്രമേ തരുള്ളൂ. മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, മക്കളെ കണ്ടും മാമ്പു കണ്ടും അത്യധികം സന്തോഷിക്കരുത് എന്നാണ്, അല്ലെ? ഇപ്പൊ ഞാന് വളരെ പരിചയത്തിലുള്ള ഒരാള് നമ്മളോട് ചോദിച്ചു, അയാൾക്കൊരു 70-75 വയസ്സായിട്ടുണ്ട്. പ്രായം ചോദിക്കേണ്ടതുകൊണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടി. എത്ര ആയിട്ടുണ്ടാവും ചോദിച്ചു. പറഞ്ഞു, മോനെ, ഞാനിപ്പോ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്, ഞാൻ മധുര 17 56 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. അയാളെ വളരെ ചുറുചുറുക്കുള്ള ആളാ. 73 വയസ്സാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. പ്രായം നമുക്ക് ശരീരത്തിനെ വരേണ്ടതുള്ളൂ, മനസ്സിന് ഒരിക്കലും വരരുത്. മനസ്സ് തളരരുത് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 63 വയസ്സുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറുചുറുക്കൊന്ന് ശ്രദ്ധിച്ചോക്കെ. ഗാന്ധിജി നടക്കുന്ന വേളയിൽ ആ പ്രായാധിക്യത്തിലും അദ്ദേഹം നടക്കുമ്പോ പിന്നാലെയുള്ള ആളുകൾ കൂടെ ഓടാറാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അറിയാം. നമുക്കൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആ സമയം എൻഗേജ് ആയിരിക്കണം.
അത് ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ ദീനി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം, സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം, നാട്ടിലെ പൊതുകാര്യങ്ങളിൽ ഇടപെടാം, ഏർപ്പെടാം, ഖുർആൻ ക്ലാസുകൾ, ദീനി പ്രവർത്തനം, എന്തിനൊക്കെ സാഹചര്യങ്ങളുണ്ട്. ആ കിട്ടിയതിനെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഈ പാശ്ചാത്യ നാടുകളിലെല്ലാം റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ ദിവസം 1 മണിക്കൂറെങ്കിലും നല്ല പ്രവർത്തനങ്ങൾക്ക് പോകുന്നതാണ്. എവിടെയെന്നറിയാം? ഇപ്പൊ ഈ ലൈബ്രറികളിൽ ബുക്ക് അടുക്കി വെക്കുക, ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുക, ആരാധനാലയങ്ങൾ വൃത്തിയാക്കുക, പൈസക്കല്ല, ഒരു നന്നായിട്ട് ഒരു സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം. ഒറ്റ വാക്ക് മാത്രം, എന്തിലും മനസ്സ് തളരാതിരിക്കുക, എന്തിനേയും തൃപ്തിപ്പെടുന്ന ഒരു മനസ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവര് തന്നത് പോരാ, ഇവര് തന്നത് പോരാ, അങ്ങനെ നമുക്ക് തോന്നണ്ട. അത്രയെങ്കിലും ഒക്കെ കിട്ടിയല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കുക. നല്ല മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. മനസ്സൊരിക്കലും തളർന്നു പോവാതിരിക്കുക. രണ്ടു കൂട്ടരും അവരുടെ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ ജീവിതം തുല്യമായി തീരും. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യകരമായ ഒരു സാഹചര്യം തന്ന് നമ്മെ ഓരോരുത്തരെയും തുണയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് 2 ലോകത്തു നിന്നും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇക്കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞ സൗദിയിലെ 2 കണ്ണും കാണാത്ത ഒരു ഗ്രാൻഡ് മുഫ്തിയുണ്ട്, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. അദ്ദേഹത്തിന്റെ പഠനാനുഭവങ്ങളിൽ ഒരു അനുഭവം പറയുന്നുണ്ട്. അവിടുത്തെ ഉമ്മ, അദ്ദേഹത്തിന് അല്ലാഹു ഉയർന്ന സ്വർഗത്തിലെ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം അതിന് മാത്രം സേവന പ്രവർത്തനങ്ങളാണ് ആ ചെറിയ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഉമ്മ അങ്ങനെ, വാപ്പ 9ാം വയസ്സിൽ മരണപ്പെട്ടു പോയിട്ട് ഉമ്മ നോക്കി വളർത്ത കുറെ മക്കളുണ്ട്. അന്ന് പള്ളിയിൽ ഇങ്ങനെ കയറി മിഹ്റാബില് റിയാദിലെ ജാമിഅ അൽ കബീർ എന്ന പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ച് കളിക്കാന്ന് പറഞ്ഞ മിമ്പറുമ കൂടി ചാടി കളിക്കുമ്പോ ഇവരുടെ സഹോദരൻ പറഞ്ഞു, എന്റെ കുട്ടി അവിടെ പള്ളിയിലാ കളിക്കണം എന്ന് പറഞ്ഞത്രേ. എന്റെ കുട്ടിക്ക് പടച്ചോൻ നിന്നൊക്കെ മഅ്മൂമാക്കിയിട്ട് ഇമാമാക്കി നിന്ന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് എന്റെ കുട്ടിക്ക് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉമ്മ പറയുന്നുണ്ട്, ആ ഉമ്മന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാൻ ഈ കാണുന്നത് എന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ യുവാവായിരിക്കെ കണ്ണുകൊടുക്കാൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഉമ്മയാണ് കണ്ണുകൊടുക്കാൻ തയ്യാറാവുക. അതിന് സാധിക്കൂലെന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ വീണ്ടും ആ ഉമ്മ പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ മക്കളുണ്ട്, മക്കൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഉപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യില്ല എന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ മുമ്പ് എന്ത് വരണം? ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ ചോദിക്കണം. അപ്പോഴാണ് ആ പ്രാർത്ഥന എന്ത് ചെയ്യുള്ളൂ, അള്ളാഹുവിന്റെ റിക്കാർഡിൽ ഉണ്ടാവുള്ളൂ. കൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ വളരെ വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ വഅഊദു ബിക മിനൽ ബുഖൽ വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദിൽ ഉമർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ ദുനിയ വഅദാബിൽ ഖബർ. ഞാൻ അതിന്റെ അർത്ഥമൊക്കെ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിരന്തരമായി തേടണം. ഫലസ്തീനിലും ഗസയിലും വിവിധ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ നിലയിൽ അള്ളാഹുവിന്റെ ഏറ്റവും മുഖറബായ ആളുകളായി, ഇഷ്ടദാസന്മാരായി തീരാൻ ശ്രമിക്കണം. ബാധ്യതകൾ നിർവഹിച്ചു കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോവാൻ. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ അള്ളാഹു തന്ന ഈ ആയുസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന എല്ലാ പൊരുത്തമുള്ള കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.